ഇസ്രായേൽ ജനത മുഴുവൻ അവരുടെ ദൈവത്തിന്റെ മുന്നിൽ തലകുനിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ഒരു ദിവസം. രാജ്യമെങ്ങും അസാധാരണമായ നിശബ്ദത. നിരത്തുകളിൽ വാഹനങ്ങളില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്നു. റേഡിയോ മൗനം പാലിക്കുന്നു. സൈനികർ പോലും പലരും വീടുകളിലും സിനഗോഗുകളിലുമാണ്. യഹൂദരുടെ ഏറ്റവും വിശുദ്ധമായ യോം കിപ്പൂർ ദിനം. പക്ഷേ ആ നിശബ്ദതയ്ക്ക് അപ്പുറം മറ്റൊന്ന് രൂപം കൊണ്ടിരുന്നു. അതിർത്തിക്കപ്പുറത്ത് ആയിരക്കണക്കിന് ഈജിപ്ഷ്യൻ സിറിയൻ സൈനികർ അവസാന തയ്യാറെടുപ്പിൽ ആയിരുന്നു. വർഷങ്ങളായി അവർ കാത്തിരുന്നത് ഈ ഒരൊറ്റ നിമിഷത്തിനു വേണ്ടിയായിരുന്നു. പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ഒരു രാജ്യത്തിനു നേരെ ചരിത്രത്തിലെ ഏറ്റവും അപ്രതീക്ഷിതമായ ആക്രമണങ്ങളിൽ ഒന്ന് അഴിച്ചുവിടാൻ ഒടുവിൽ ആ നിമിഷം വന്നെത്തി. 1973 ഒക്ടോബർ 6 ഉച്ചയ്ക്ക് ഏകദേശം 2 മണി. ആയിരക്കണക്കിന് ഈജിപ്ഷ്യൻ സൈനികർ സൂയസ് കനാൽ മുറിച്ചു കടന്നു. അതേസമയം ഗോലാൻ കുന്നുകളിൽ നിന്ന് സിറിയൻ സൈന്യം ഇസ്രായേലിലേക്ക് ശക്തമായ ആക്രമണം ആരംഭിച്ചു. പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ഒരു രാജ്യം നിമിഷങ്ങൾക്കുള്ളിൽ യുദ്ധഭൂമിയായി മാറി. പിന്നീട് എന്ത് സംഭവിച്ചു? ഇസ്രായേൽ തകർന്നു വീണോ? അതോ ലോകത്തെ ഞെട്ടിച്ച ഒരു തിരിച്ചുവരവിന് അവിടെ തുടക്കമായോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ കഥയാണ്. എന്താണ് യോം കിപ്പൂർ ദിനം? യഹൂദ മതത്തിലെ ഏറ്റവും വിശുദ്ധവും ഗൗരവമേറിയതുമായ തിരുനാളാണ് യോം കിപ്പൂർ. പ്രായശ്ചിത്ത ദിനം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വർഷത്തിനിടയിൽ ചെയ്ത പാപങ്ങൾക്കെല്ലാം ദൈവത്തോട് ക്ഷമ ചോദിക്കുകയും ആത്മപരിശോധന നടത്തി ആത്മീയ നവീകരണത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിനമാണത്. യോം എന്നാൽ ദിവസം എന്നും കിപ്പൂർ എന്നാൽ പ്രായശ്ചിത്തം, പാപപരിഹാരം, ക്ഷമ എന്നുമാണ് അർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനമുള്ള ഒരു തിരുനാൾ ആഘോഷമാണ് യോം കിപ്പൂർ. ബൈബിളിൽ പഴയ നിയമ പുസ്തകമായ ലേവ്യരുടെ 16, 23 അധ്യായങ്ങളിലാണ് ഇതേക്കുറിച്ചുള്ള പരാമർശങ്ങളുള്ളത്. മഹാപുരോഹിതൻ ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുന്ന ദിനമാണ് യോം കിപ്പൂർ. യഹൂദ കലണ്ടറിലെ തിശ്രൈ മാസത്തിലെ 10-ാം തീയതിയിലാണ് യോം കിപ്പൂർ ആചരിക്കുന്നത്. അതുപോലെ യഹൂദ പുതുവർഷം കഴിഞ്ഞ് 10 ദിവസങ്ങൾക്ക് ശേഷവും. യഹൂദ പുതുവർഷം മുതൽ യോം കിപ്പൂർ വരെയുള്ള 10 ദിവസങ്ങൾ പശ്ചാത്താപത്തിന്റെ ദിനങ്ങളാണ്. ഈ ദിനങ്ങളിലാണ് യഹൂദർ തങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. 25 മണിക്കൂർ നീളുന്ന ഉപവാസമാണ് യോം കിപ്പൂറിന്റെ പ്രത്യേകത. വെള്ളം പോലും കുടിക്കാതെയുള്ള കഠിനമായ ഉപവാസമാണ് ഇവർ അനുഷ്ഠിക്കുന്നത്. ഭൗതിക സുഖ സൗകര്യങ്ങൾ പൂർണ്ണമായും വർജിക്കുകയും ചിന്തകളെ ആത്മകേന്ദ്രീകൃതമാക്കുകയും യോം കിപ്പൂർ ദിനങ്ങളിൽ സിനഗോഗുകളിൽ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. ദൈവസന്നിധിയിൽ തങ്ങൾ ഇതുവരെ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും അവർ മാപ്പ് ചോദിക്കും. അതുപോലെ മറ്റുള്ളവരോട് ചെയ്ത തെറ്റുകൾക്ക് അവരോട് നേരിട്ട് മാപ്പ് ചോദിക്കാനും യഹൂദർ ഈ ദിവസം തയ്യാറാകുന്നു. ഉപവാസം അവസാനിക്കുന്നത് ഷോഫാർ മുഴക്കത്തോടെയാണ്, അതായത് ഒരു വാദ്യമേളത്തോടെ. ഈ ശബ്ദമാകട്ടെ പുതിയ ജീവിതത്തെയും ആത്മീയമായ നവീകരണത്തിന്റെയും സൂചനയാണ്. ഇങ്ങനെയൊരു ദിവസമാണ് ഇസ്രായേലിനെതിരെ പടയൊരുക്കം നടത്താൻ ഈജിപ്തും സിറിയയും തിരഞ്ഞെടുത്തത്. അന്നേ ദിവസം യഹൂദ ജനത പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു അത്. ഇതിനേക്കാൾ നല്ല ഒരു ദിവസം
ഇസ്രായേലിനെതിരെ പ്രയോഗിക്കാൻ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു അത്. അതിന്റെ ഫലമായി ഈജിപ്തും സിറിയയും കൈകോർക്കുകയും 1973 ഒക്ടോബർ 6-ാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയോടെ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം ആരംഭിക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിന് മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നു. അത് ശീതയുദ്ധകാലം ആയിരുന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ പ്രധാനമായിട്ടുള്ള ശീതയുദ്ധം നടക്കുന്ന കാലം. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോഴേക്കും ആണവശക്തിയുടെ പേരിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ കൊമ്പുകോർക്കാൻ തുടങ്ങിയിരുന്നു. ശീതയുദ്ധകാലത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു യോം കിപ്പൂർ യുദ്ധം എന്നതുകൊണ്ട് അങ്ങനെയും ഈ യുദ്ധം പ്രധാനപ്പെട്ടതും സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നതുമായി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് യോം കിപ്പൂർ ദിനം തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാൻ എതിർചേരികൾ തിരഞ്ഞെടുത്തത്? അതൊരു യാദൃച്ഛികത ആയിരുന്നില്ല. സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത സൈനിക രാഷ്ട്രീയ തന്ത്രമായിരുന്നു ഇത്തരമൊരു നീക്കം നടത്താൻ ഈജിപ്തിനെയും സിറിയയെയും പ്രേരിപ്പിച്ച ഘടകങ്ങൾ. എന്തൊക്കെയാണ് എന്ന് അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഈ യുദ്ധത്തിന്റെ മറ്റൊരു മുഖം വ്യക്തമാവുകയുള്ളൂ. അപ്രതീക്ഷിത ആക്രമണത്തിലൂടെ മുൻതൂക്കം നേടുക എന്നതായിരുന്നു ഇതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. യോം കിപ്പൂർ ദിനത്തിൽ ഇസ്രായേലിലെ ഭൂരിഭാഗം ആളുകളും സിനഗോഗുകളിൽ പ്രാർത്ഥനകളിൽ ആയിരിക്കുമെന്ന് ശത്രു രാജ്യങ്ങൾക്ക് അറിയാമായിരുന്നു. ഭൂരിപക്ഷം ഇസ്രായേൽക്കാരും ഉപവാസത്തിലുമായിരിക്കും. പൊതുജീവിതം നിലച്ച അത്തരമൊരു അവസ്ഥയിൽ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ തിരിച്ചടി വൈകുമെന്നും ആ വൈകലിനുള്ളിൽ ഇസ്രായേലിനെ തറപറ്റിക്കാമെന്നും ആയിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. മറ്റൊരു കാരണം 1967 6 ദിവസത്തെ യുദ്ധമാണ്. ഈ യുദ്ധവും അതിലുണ്ടായ തിരിച്ചടികളുമാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് ഈജിപ്തിനെയും സിറിയയെയും വീണ്ടും പ്രേരിപ്പിച്ചത്. പ്രസ്തുത യുദ്ധത്തിൽ ഈജിപ്തും സിറിയയും ഇസ്രായേലിനോട് നേരിട്ട അപമാനമായിരുന്നു യോം കിപ്പൂർ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. മധ്യപൂർവ്വ ദേശത്തിന്റെ ചരിത്രത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച യുദ്ധമായിരുന്നു 6 ദിവസം മാത്രം നീണ്ടുനിന്ന 6 ദിവസത്തെ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധം. 1967 ജൂൺ 5 മുതൽ 10 വരെ വെറും 6 ദിവസങ്ങൾ മാത്രമേ യുദ്ധം നീണ്ടു നിന്നുള്ളൂ എങ്കിലും അത് ലോകഗതികളെ തന്നെ മാറ്റിമറിച്ചിരുന്നു. ഇസ്രായേൽ, ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഇറാഖ് ഉൾപ്പെട്ട അറബ് രാജ്യങ്ങൾ എന്നിവയായിരുന്നു ഈ യുദ്ധത്തിൽ പങ്കുചേർന്നത്. 1948 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഇസ്രായേലും അയൽ അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ സംഘർഷഭരിതമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈജിപ്ത് പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ സീനായ് ഉപദ്വീപിൽ സൈനിക സന്നാഹം നടത്തുകയും ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയെ സീനായിൽ നിന്ന് പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ഇസ്രായേൽ കപ്പലുകൾക്ക് അത്യന്താപേക്ഷിതമായ തിരാൻ കടലിടുക്ക് ഈജിപ്ത് അടച്ചുപൂട്ടി. ഈജിപ്ത്, സിറിയ, ജോർദാൻ എന്നിവ സൈനിക സഹകരണ കരാറുകളിൽ ഒപ്പിട്ടു. ഇസ്രായേൽ ഇതിനെയെല്ലാം തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായിട്ടാണ് കണ്ടത്. തൽഫലമായി ഇസ്രായേൽ 1967 ജൂൺ 5 മുൻകൂർ ആക്രമണം നടത്തി. ഈജിപ്തിന്റെ 100 കണക്കിന് യുദ്ധവിമാനങ്ങൾ നിലത്ത് വെച്ച് തന്നെ നശിപ്പിക്കുകയും സിറിയയുടെയും ജോർദാന്റെയും വ്യോമസേനകൾക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു. ആദ്യ ദിവസം തന്നെ ഇസ്രായേൽ വ്യോമ മേധാവിത്വം നേടി. 6 ദിവസത്തെ യുദ്ധത്തിന്റെ ഫലമായി ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് സീനായ് ഉപദ്വീപും, ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും, സിറിയയിൽ നിന്ന് ഗോലാൻ കുന്നുകളും പിടിച്ചെടുത്തു. ഇതോടെ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഭൂവിസ്തൃതി ഏകദേശം 3 ഇരട്ടിയായി മാറി. ഇതായിരുന്നു ഈജിപ്തിനും സിറിയയ്ക്കും കനത്ത അപമാനം വരുത്തിവെച്ച യുദ്ധഫലം. 1970 ഈജിപ്ത് പ്രസിഡന്റായ ഗമാൽ അബ്ദുൽ നാസർ അന്തരിച്ചത്. തുടർന്ന് അധികാരത്തിൽ എത്തിയത് അൻവർ സാദത്ത് ആയിരുന്നു. പലർക്കും അദ്ദേഹത്തെക്കുറിച്ച് പല വിപരീത അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. ദുർബലനാണ് എന്നും കഴിവില്ലാത്തവനാണ് എന്നുമൊക്കെ ആയിരുന്നു പ്രധാന ആരോപണങ്ങൾ. പക്ഷേ അദ്ദേഹം ആന്തരികമായി കരുത്തനും ധീരനുമായിരുന്നു. അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: സീനായ് തിരിച്ചു പിടിക്കണം. ഇസ്രായേലിനും തോൽവിയുണ്ട് എന്നും ഇസ്രായേലിനും തോൽക്കാമെന്നും ലോകത്തെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഒരു ഗൂഢലക്ഷ്യത്തോടെയായിരുന്നു സിറിയയോട് ചേർന്ന് ഈജിപ്ത് ഇസ്രായേലിനെ ആക്രമിക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ചത്. ജലപീരങ്കികളും റബ്ബർ ബോട്ടുകളും ഇതിനായി ഈജിപ്ത് തയ്യാറാക്കി. അതുപോലെ സിറിയയും പടയൊരുക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പടനീക്കങ്ങളെ ഇസ്രായേൽ മുഖവിലക്കെടുത്തില്ല എന്നതാണ് വാസ്തവം. അറബ് രാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധം തുടങ്ങില്ല എന്നൊരു നിഗമനത്തിലാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം പോലും നിഗമനത്തിൽ എത്തിയത്. അപകടകരമായ തെറ്റായ വിലയിരുത്തൽ എന്നാണ് ഇത് പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ടത്. മനഃപൂർവ്വമല്ലാത്ത ഈ അവഗണനയ്ക്കാണ് ഇസ്രായേൽ പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വന്നത്. യോം കിപ്പൂർ യുദ്ധത്തിന് പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം ഇസ്രായേലിന്റെ അജയ്യത തകർക്കുക എന്ന ഈജിപ്ഷ്യൻ മുദ്രാവാക്യമായിരുന്നു. 1967 ഇസ്രായേൽ നേടിയ വിജയത്തോടെ ഇസ്രായേലിനെ തോൽപ്പിക്കാനാകില്ല എന്ന ചിന്ത ശത്രുരാജ്യങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയിരുന്നു. ഈ ധാരണ നിലനിൽക്കുന്നത് ഇസ്രായേലിന്റെ മേൽക്കോയ്മ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂവെന്ന് ഈജിപ്ത് മനസ്സിലാക്കി.
അത് തകർക്കാനായിരുന്നു യോം കിപ്പൂർ അവർ ആസൂത്രണം ചെയ്തത്. ഇസ്രായേലിന് ആദ്യഘട്ടത്തിൽ തന്നെ കനത്ത തിരിച്ചടി നൽകിയാൽ രാഷ്ട്രീയ ചർച്ചകളിൽ ഈജിപ്തിന് കൂടുതൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയും എന്നായിരുന്നു ഈജിപ്ത് പ്രസിഡന്റായ അൻവർ സദാത്തിന്റെ കണക്കുകൂട്ടൽ. ഇസ്രായേലിനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നത് ഈജിപ്ഷ്യൻ പ്രസിഡന്റിന്റെ ഉദ്ദേശമായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. മറിച്ച് സീനായിൽ ഒരു സൈനിക മുന്നേറ്റം നേടുകയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുകയും അമേരിക്കയെയും മറ്റ് ലോകരാജ്യങ്ങളെയും സമാധാന ചർച്ചകളിലേക്ക് കൊണ്ടുവരിക എന്നതും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നാണ് പറയപ്പെടുന്നത്. നാലാമത്തെ തന്ത്രമായ ഇത് ഫലിച്ചു എന്നാണ് പിന്നീട് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈജിപ്തും സിറിയയും മാസങ്ങളോളം രഹസ്യമായി ഈ യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുകയുണ്ടായിരുന്നു. എല്ലാ വിവരങ്ങളും രഹസ്യമായി അറിയുന്ന ഇസ്രായേലിന്റെ ചാരന്മാർക്ക് പോലും ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് യോം കിപ്പൂർ ദിനം തന്നെ ആക്രമണം നടത്താൻ ഈജിപ്തും സിറിയയും തീരുമാനിച്ചത്. മാസങ്ങൾ നീണ്ട ആലോചനകൾക്കും തന്ത്രങ്ങൾക്കും ശേഷമാണ് അവർ ആ ദിവസം തിരഞ്ഞെടുത്തത്. അവർക്കറിയാമായിരുന്നു ആ ദിവസം ഇസ്രായേൽ എങ്ങനെയാണ് ആചരിക്കുന്നത് എന്ന്, എന്തെല്ലാം ആയിരിക്കും അന്നേ ദിവസം ചെയ്യുന്നത് എന്ന്. ഇതിലും നല്ലൊരു ദിവസം ഇസ്രായേലിനെ തലപറ്റിക്കാൻ ആകില്ല എന്നും അവർക്ക് അറിയാമായിരുന്നു. അങ്ങനെ നീണ്ട ആസൂത്രണങ്ങൾക്കൊടുവിൽ അവർ തിരഞ്ഞെടുത്ത ദിവസമായിരുന്നു അത് യോം കിപ്പൂർ ദിനം. സൈനിക തന്ത്രവും അപ്രതീക്ഷിത ആക്രമണവും എന്ന ലക്ഷ്യം മാത്രമായിരുന്നു അതിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നും ഒരിക്കലും യഹൂദ മതത്തെ അപമാനിക്കുകയായിരുന്നില്ല ലക്ഷ്യമെന്നും കരുതപ്പെടുന്നുണ്ട്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത മാനസിക ആഘാതമാണ് ഇത് വരുത്തിവെച്ചത്. ഇസ്രായേൽ സമൂഹത്തിൽ ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ആത്മപരിശോധനയ്ക്ക് ഇത് കാരണമായി തീരുകയും ചെയ്തു. സത്യത്തിൽ 1967 നേരിടേണ്ടി വന്ന കനത്ത പരാജയം ഈജിപ്തിനും സിറിയയ്ക്കും ദേശീയ അപമാനത്തിന് വഴിയൊരുക്കിയ ഒന്നായിരുന്നു. അതുകൊണ്ടാണ് ഈജിപ്ത് സീനായിയും സിറിയ ഗോലാൻ കുന്നുകളും തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചത്. അടിക്ക് തിരിച്ചടി എന്ന് പറയാറുണ്ടല്ലോ. ഇത്തരത്തിൽ ഈജിപ്തും സിറിയയും ചേർന്ന് നൽകിയ തിരിച്ചടിയായിരുന്നു യോം കിപ്പൂർ യുദ്ധം. ഇനി നമുക്ക് വീണ്ടും യോം കിപ്പൂർ യുദ്ധത്തിന്റെ ദിനങ്ങളിലേക്ക് മടങ്ങിയെത്താം. വിപുലമായ ആയുധങ്ങളുമായി ഈജിപ്ഷ്യൻ സിറിയൻ സൈന്യങ്ങൾ വടക്കു നിന്നും തെക്കു നിന്നും ഇസ്രായേലിനെതിരെ ആക്രമണം അഴിച്ചുവിടാൻ ആരംഭിച്ചു. ഈജിപ്ഷ്യൻ സൈനിക സേന സൂയസ് കനാൽ മുറിച്ചു കടന്ന് കനാലിന്റെ കിഴക്കൻ കരയിലുള്ള ബാർലൈവ് ലൈൻ പിടിച്ചെടുത്തു. ക്രോസിംഗ് എന്നാണ് തങ്ങളുടെ ഈ വിജയത്തെ ഈജിപ്തുകാർ വിശേഷിപ്പിച്ചത്. ഇസ്രായേലുമായി ഉണ്ടായിരുന്ന 25 വർഷത്തെ പരാജയത്തിന് ശേഷമുള്ള വൻ വിജയമായിരുന്നു അത്. 3 സിറിയൻ കാലാൾപ്പട ഡിവിഷനുകൾ വെടിനിർത്തൽ രേഖ മറികടന്നു. യുദ്ധം ആരംഭിച്ച് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഹെർമോൺ പർവ്വതത്തിന്റെ മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരത്തിൽ ഇസ്രായേലിന്റെ പ്രധാന ആകർഷണ കേന്ദ്രം പിടിച്ചെടുത്തതോടെ സിറിയയും തങ്ങളുടെ പ്രധാന വിജയം നേടി. ഇസ്രായേലി നിമിഷങ്ങളിൽ പകച്ചു നിന്നു. യുദ്ധഗതി മുഴുവൻ അറബ് രാജ്യങ്ങൾക്ക് അനുകൂലമായ വിധത്തിലായിരുന്നു തുടക്കത്തിലെ കാര്യങ്ങൾ. ആദ്യ ദിനങ്ങളിൽ ഇസ്രായേൽ പതറിപ്പോയി എന്നത് വാസ്തവമാണ്. പക്ഷേ ഞൊടിയിടെ തന്നെ തങ്ങളുടെ നഷ്ടധൈര്യം അവർ വീണ്ടെടുത്തു. തൊട്ടടുത്ത ദിവസങ്ങളിൽ ശക്തമായ പോരാട്ടം നടത്തുന്ന ഇസ്രായേലിനെയാണ് ഈജിപ്ത് കണ്ടത്. തങ്ങൾ വിചാരിച്ചതിനേക്കാൾ ശക്തരും സൈനിക ശക്തിയിൽ മുൻപരുമാണ് അവരെന്ന് ഈജിപ്തിനും സിറിയയ്ക്കും ഒരിക്കൽ കൂടി മനസ്സിലാക്കി കൊടുക്കുവാൻ ഇസ്രായേലിന് സാധിച്ചു. അതിന്റെ ഫലമായി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സടകുടഞ്ഞ് എഴുന്നേറ്റു. ഇസ്രായേലികൾ സിറിയയുടെ ഉൾപ്രദേശങ്ങൾ പിടിച്ചെടുത്തു. അപ്പോഴേക്കും ഇറാഖി, സൗദി, ജോർദാൻ സൈന്യങ്ങൾ സിറിയൻ മുന്നണിയിൽ പ്രത്യാക്രമണത്തെ നേരിടാൻ ചേർന്നു. പക്ഷേ ഇസ്രായേൽ പതറിയില്ല. ദമാസ്കസിൽ നിന്ന് 35 കിലോമീറ്റർ മുന്നേറുകയും പുതിയ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുകയും ചെയ്തു ഇസ്രായേൽ. യുദ്ധം ആരംഭിച്ച 10 ദിവസങ്ങൾക്കുള്ളിൽ ഒക്ടോബർ 16-ന് ഏരിയൽ ഷാരോണിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ സൈന്യം ഈജിപ്ഷ്യൻ സിറിയൻ പ്രതിരോധ നിരകളെ തട്ടിത്തെറിപ്പിച്ച് ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിൽ എത്തി. ഇസ്രായേലിന് അനുകൂലമായ നീക്കമായിരുന്നു എവിടെയും. അതോടെ പോരാട്ടം സ്തംഭനാവസ്ഥയിൽ എത്തി. ഈ സാഹചര്യത്തിൽ അറബ് രാഷ്ട്രങ്ങൾ വ്യത്യസ്തമായ ഒരു തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും എണ്ണ വിതരണം നിർത്തിവെക്കുകയും ചെയ്തു. അതോടൊപ്പം എണ്ണ, പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടന പ്രകാരം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ അവരുടെ എണ്ണ ഉൽപ്പാദനം 5% കുറയ്ക്കാൻ തീരുമാനിക്കുകയും ഇസ്രായേൽ സൈന്യം കൈവശപ്പെടുത്തിയ എല്ലാ അറബ് പ്രദേശങ്ങളിൽ നിന്നും പൂർണ്ണമായി പിൻവാങ്ങുകയും പലസ്തീൻ ജനതയുടെ നിയമാനുസൃത അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതുവരെ എല്ലാ മാസവും ഒരേ നിരക്കിൽ കുറവ് വരുത്തുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ഇസ്രായേൽ ഗോലാൻ കുന്നുകളിൽ നിന്ന് സിറിയൻ സൈന്യത്തെ പിന്തിരിപ്പിക്കത്തക്ക വിധത്തിൽ പോരാടി. സൂയസ് കനാൽ കടന്ന് ഈജിപ്തിന്റെ സൈന്യത്തെ നേരിട്ടു. ഇസ്രായേൽ ജനറൽ ഏരിയൽ ഷാരോണിന്റെ പങ്ക് ഇവിടെ പ്രത്യേകം സ്മരണീയമാണ്. യുദ്ധം അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും ഇസ്രായേൽ സൈനിക വിജയത്തിൽ ഒന്നാമതെത്തി. ശീതയുദ്ധകാലത്താണ് ഈ യുദ്ധം നടന്നത് എന്ന് പറഞ്ഞുവല്ലോ. ഇസ്രായേലിനെ പ്രധാനമായും പിന്തുണച്ചത് അമേരിക്കയായിരുന്നു. ഇസ്രായേലിന് ഈ യുദ്ധത്തിൽ വേണ്ട
ഭൂരിപക്ഷ ആയുധങ്ങളും സൈനിക സാമഗ്രികളും അമേരിക്കയുടെ വകയായിരുന്നു. ആയുധങ്ങൾ വഹിച്ചുകൊണ്ടുള്ള അമേരിക്കൻ വിമാനങ്ങൾ ഒക്ടോബർ 14 മുതൽ തന്നെ ഇസ്രായേലിൽ എത്തിത്തുടങ്ങിയിരുന്നു. സോവിയറ്റ് യൂണിയനാണ് ഈജിപ്തിനെയും സിറിയയെയും പിന്തുണച്ചത്. ഈ യുദ്ധത്തിന്റെ പേരിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുമോ എന്ന് പോലും ആശങ്കകൾ ഉയർന്നു വന്നിരുന്നു. ഇസ്രായേലിനെ മറ്റ് രാജ്യങ്ങളും പിന്തുണച്ചിരുന്നു. ഇതിൽ അസഹിഷ്ണുക്കളായ അറബ് നാട്ടിലെ എണ്ണ ഉൽപാദക രാജ്യങ്ങൾ പ്രസ്തുത രാജ്യങ്ങൾക്ക് എണ്ണ കയറ്റുമതി നിയന്ത്രിച്ചു. ഇതിന്റെ ഫലമായി ലോകമെമ്പാടും എണ്ണവില കുത്തനെ ഉയർന്നു. ഇന്ധനക്ഷാമം രൂക്ഷമായി. നിരവധി രാജ്യങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ പ്രശ്നങ്ങൾ തള്ളിയിട്ടു. ലോക സമ്പദ് വ്യവസ്ഥയെ ഈ പ്രതിസന്ധി ആഴത്തിൽ ബാധിച്ചു. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ പ്രസ്തുത രാജ്യങ്ങൾ മാത്രമല്ല അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത്. കക്ഷി ചേരുന്ന രാജ്യങ്ങളും അതിന് വലിയ വില കൊടുക്കേണ്ടതായി വരുന്നുണ്ട്. നാം ഇന്ന് അത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അമേരിക്കൻ വ്യോമാക്രമണം ആരംഭിച്ചതോടെ പോരാട്ടം അറബികൾക്കെതിരെ തിരിഞ്ഞു. ഒക്ടോബർ 16 IDF യൂണിറ്റുകൾ സൂയസ് കനാൽ മുറിച്ചു കടന്നു. സാദത്ത് വെടിനിർത്തലിൽ താൽപര്യം കാണിച്ചു തുടങ്ങി. ഒക്ടോബർ 22 US സോവിയറ്റ് വെടിനിർത്തൽ നിർദ്ദേശവും തുടർന്ന് സമാധാന ചർച്ചകളും UN സുരക്ഷാ കൗൺസിൽ 338 പ്രമേയമായി അംഗീകരിച്ചു. ഒക്ടോബർ 23 സുരക്ഷാ കൗൺസിൽ വെടിനിർത്തൽ പ്രമേയം അംഗീകരിച്ചു. എന്നിട്ടും ഇസ്രായേലികൾ വെടിനിർത്തലിന് വിസമ്മതിച്ചു. ഒക്ടോബർ 24 ഒരു ഹോട്ട്ലൈൻ സന്ദേശം അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വെടിനിർത്തൽ നടപ്പാക്കാൻ ഈജിപ്തിലേക്ക് സൈന്യത്തെ അയക്കണം എന്നായിരുന്നു അത്. പ്രസിഡന്റ് നിക്സൺ അങ്ങനെ ചെയ്യാതിരുന്നാൽ ഏകപക്ഷീയമായി ഉചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത അടിയന്തരമായി നേരിടേണ്ടി വരും എന്ന് റഷ്യ ഭീഷണിപ്പെടുത്തി. ഒക്ടോബർ 25 ദിവസാവസാനത്തോടെ സുരക്ഷാ കൗൺസിൽ 340 പ്രമേയം അംഗീകരിച്ചതോടെ പ്രതിസന്ധി ശമിച്ചു. ഒക്ടോബർ 22 എല്ലാ സേനകളെയും അവരുടെ സ്ഥാനങ്ങളിലേക്ക് പിൻവലിക്കാനും വെടിനിർത്തൽ നിരീക്ഷിക്കാനും ഐക്യരാഷ്ട്രസഭ നിരീക്ഷകരും സമാധാന പാലകരും ആവശ്യപ്പെടുകയും ചെയ്തു. പ്രസ്തുത വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെട്ടതോടെ വെടിനിർത്തൽ പ്രമേയം ഇസ്രായേൽ അംഗീകരിച്ചു. അതിന്റെ ഫലമായി ഒക്ടോബർ 25 വെടിനിർത്തൽ നിലവിൽ വന്നു. അങ്ങനെ 1973 യുദ്ധം ഇസ്രായേലിന്റെ വിജയത്തിൽ അവസാനിച്ചു. പക്ഷേ അമേരിക്കയ്ക്ക് ഇതിന് വലിയ വില നൽകേണ്ടി വന്നു. യുദ്ധം സമാധാന ഉടമ്പടിയെ തടസ്സപ്പെടുത്തിയില്ല എങ്കിലും ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏത് ഘട്ടത്തിലും ഉണ്ടായിട്ടില്ലാത്ത വിധം സോവിയറ്റ് യൂണിയനുമായുള്ള ഒരു ആണവ ഏറ്റുമുട്ടലിലേക്ക് അത് അമേരിക്കയെ അടുപ്പിച്ചു. ഇസ്രായേലുകാരായ 8800 പേർക്ക് ഈ യുദ്ധകാലത്ത് പരിക്കുകൾ ഏൽക്കുകയും 2000-ലധികം മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. അക്കാലത്തെ ഇസ്രായേൽ ജനസംഖ്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. അതുപോലെ ഈജിപ്തിൽ 7700 പുരുഷന്മാരും സിറിയയിൽ 3500 പേരും കൊല്ലപ്പെട്ടു. 23 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഇസ്രായേൽ ഈജിപ്ഷ്യൻ സൈനിക നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നതും വെടിനിർത്തൽ പ്രഖ്യാപനത്തെ തുടർന്ന് ആയിരുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഹെൻറി കിസിഞ്ചർ സമാധാന കരാറിൽ മധ്യസ്ഥത വഹിക്കാൻ രാജ്യങ്ങൾ തോറും പറന്നതും പിന്നീട് ഈ യാത്രയ്ക്ക് ഷട്ടിൽ ഡിപ്ലോമസി എന്ന പേര് വന്നതും മറ്റൊരു കഥയാണ്. ഒരു മാസത്തോളം നീണ്ട കഠിന ചർച്ചകൾക്ക് ശേഷമാണ് 243 ദിവസങ്ങളിലെ പോരാട്ടത്തിന് അന്ത്യം കുറിക്കപ്പെട്ടത്. ഈജിപ്തിനെയും ഇസ്രായേലിനെയും സംബന്ധിച്ച് ഈ യുദ്ധം വളരെ നിർണായകമായിരുന്നു. ഈജിപ്തിന് തങ്ങളുടെ സൈനികരുടെ കരുത്ത് തെളിയിക്കാൻ കിട്ടിയ അസുലഭ അവസരമായിരുന്നു ഇത്. അതുപോലെ 1967 പരാജയത്തിന്റെ മാനസിക ആഘാതത്തിൽ നിന്ന് കരകയറാനും. ഇനി ഈ യുദ്ധത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് നോക്കാം. മധ്യപൂർവ്വ ദേശത്തിന്റെ രാഷ്ട്രീയത്തെ മുഴുവൻ ഈ യുദ്ധം മാറ്റിമറിച്ചു. അപ്രതീക്ഷിതമായ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷാ നയങ്ങളിൽ വലിയ മാറ്റം വരുത്തി. ഈജിപ്തും ഇസ്രായേലും തമ്മിൽ പിന്നീട് സമാധാന ചർച്ചകൾ ആരംഭിക്കാനും ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള സമാധാന കരാറിൽ ഒപ്പുവെക്കാനും കാരണമായി തീരുകയും ചെയ്തു. അന്താരാഷ്ട്ര സമ്മർദ്ദമായിരുന്നു സന്ധി സംഭാഷണങ്ങൾക്ക് വഴിയൊരുക്കിയത്. ഇസ്രായേലിന്റെ അജയ്യതയ്ക്ക് ഇത് കോട്ടം ഏൽപ്പിച്ചു എന്നത് വാസ്തവമാണ്. എന്നാൽ പുതിയ സൈനിക തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും ശത്രുവിനെ ഏതറ്റം വരെയും ചെന്ന് ആക്രമിക്കാനും പിൽക്കാലത്ത് ഇസ്രായേലിന് സാധിച്ചത് യോം കിപ്പൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ട് ആയിരുന്നു. 1973 അറബ് ഇസ്രായേൽ യുദ്ധം മിഡിൽ ഈസ്റ്റിലേക്കുള്ള US വിദേശ നയത്തിന് ഒരു വഴിത്തിരിവായി മാറിയിരുന്നു. 1967 ഇസ്രായേൽ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാത്തതിൽ അറബ് രാഷ്ട്രങ്ങൾക്കുള്ള നിരാശ അമേരിക്കയ്ക്ക് വലിയ തന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കാൻ ഇത് നിക്സൺ ഭരണകൂടത്തെ നിർബന്ധിതരാക്കി. അങ്ങനെ യുദ്ധം സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചറുടെ ഷട്ടിൽ നയതന്ത്രത്തിനും ഒടുവിൽ 1979 ഇസ്രായേൽ ഈജിപ്ഷ്യൻ സമാധാന ഉടമ്പടിക്കും വഴിയൊരുക്കുകയുണ്ടായി. ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കിയ ശേഷം ഈജിപ്തിനെ അറബ് ലീഗിൽ നിന്ന് പുറത്താക്കുകയും എല്ലാ അറബ് രാജ്യങ്ങളും കെയ്റോയുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തതാണ് ഇതിന്റെ മറ്റൊരു ഫലം. 1992 ജോർദാൻ ഇസ്രായേലുമായി സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചതാണ് മറ്റൊന്ന്.
അതനുസരിച്ച് ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കിയ രണ്ട് രാജ്യങ്ങളായി ഈജിപ്തും ജോർദാനും മാറി. വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും ഗാസയും ഗൊലാൻ കുന്നുകളുടെ ഒരു ഭാഗവും ഇന്നും ഇസ്രായേലിന്റെ കൈവശമാണ്. സൈനിക ഏറ്റുമുട്ടലിനപ്പുറം വലിയ മാനങ്ങൾ നൽകുന്ന ഒന്നായിരുന്നു യോം കിപ്പൂർ യുദ്ധം. രഹസ്യാന്വേഷണത്തിലെ പിഴവുകളിലേക്കും രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുടെ തെറ്റുകളിലേക്കും സാങ്കേതിക മാറ്റങ്ങളിലേക്കും മഹാശക്തികളുടെ മത്സരങ്ങളിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നുണ്ട്. അതുപോലെ തന്നെ സമാധാനം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന സത്യം കൂടി യോം കിപ്പൂർ യുദ്ധം നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഏത് യുദ്ധത്തിനും കാരണം എന്തിന്റെ പേരിലാണെങ്കിലും അത് ലോകത്തിൽ അസമാധാനവും ജനങ്ങൾക്കിടയിൽ അസന്തുഷ്ടിയും മാത്രമാണ് അവശേഷിപ്പിക്കുന്നത്. തുടക്കത്തിൽ അടിപതറിയെങ്കിലും മാനസിക ധൈര്യം വീണ്ടെടുത്ത് ഇസ്രായേൽ ധീരമായി പൊരുതുകയും എതിർചേരിക്കാരെ നിഷ്പ്രഭമാക്കുകയും ചെയ്തതിലൂടെ ഇസ്രായേലിനെ വീണ്ടും ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ശക്തിയായി ലോകം അംഗീകരിച്ചു. വിജയമോ പരാജയമോ സ്ഥിരമല്ല എന്നും ആരും ആർക്കും കീഴ്പ്പെടുന്ന ശക്തികളല്ല എന്നുമാണ് യോം കിപ്പൂർ യുദ്ധം നൽകുന്ന മറ്റൊരു പാഠം. തങ്ങളെ എതിരിടാനോ തങ്ങളെ തോൽപ്പിക്കാനോ ആരും ഉണ്ടാവില്ല എന്ന ഇസ്രായേലിന്റെ അതിരുകടന്ന ആത്മവിശ്വാസത്തെയും അഹങ്കാരത്തെയും ഈ യുദ്ധം തകിടം മറിച്ചുവെന്നും പറയാതിരിക്കാൻ കഴിയില്ല.